ഇപ്പോൾ VM സുധീരൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിലേക്ക്. ഡയറികളിലൊക്കെ മഹാത്മാഗാന്ധി ചർക്ക തിരിക്കുന്ന ചിത്രത്തിന് പകരം മോഡിയുടെ ചിത്രം അവിടെ വെച്ചത് വലിയ വിവാദമായി വന്നതിന് ശേഷവും അത് ഗാന്ധി കമ്മീഷനും അവർക്ക് നിർദ്ദേശം നൽകിയ കേന്ദ്ര ഗവൺമെൻറ്റും വലിയ തെറ്റാണ് ചെയ്തത്, ഗാന്ധി നിന്ദയാണ് ചെയ്തത്. അത് തിരുത്തുന്നതിന് പകരം BJP മന്ത്രിമാർ അതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ബാലിശമായ വാദമുഖങ്ങൾ ഉയർത്തി അതൊരു വലിയൊരു പ്രചരണമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിന് ഇപ്പോൾ അവസാനം ഹരിയാന മന്ത്രിയുടെ അഭിപ്രായം വന്നിട്ടുണ്ട്. മോദിക്ക് ഗാന്ധിയേക്കാൾ വിപണന മൂല്യം ഉണ്ട്, നോട്ടിൽ നിന്നും ഗാന്ധി ചിത്രം മാറ്റും. ഈ തരത്തിലുള്ള വില കുറഞ്ഞ അല്പത്തരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ക്യാമ്പയിൻ ഔദ്യോഗികമായി തന്നെ നടത്തുന്നു എന്നുള്ളത് വളരെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെയും ദേശീയ നേതാക്കളെയും തമസ്കരിക്കാനും മഹാത്മാഗാന്ധിയെ തന്നെ നിന്ദിക്കാനും തയ്യാറാകുന്ന ഇത്തരത്തിലുള്ള നീക്കം BJP നേതൃത്വത്തിൻ്റെ BJPയുടെ നീക്കം അങ്ങേയറ്റം അപലപനീയമാണ്, പ്രതിഷേധാർഹമാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യത്ത് ഉയർന്നു വരും എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു പ്രധാന കാര്യം എടുത്തിട്ടുള്ളത്, രാഷ്ട്രീയകാര്യ സമിതി ഇനി എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ച സമ്മേളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം രാഷ്ട്രീയകാര്യ സമിതിയിൽ MP-മാരായ നേതാക്കൾ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരെയും ബന്ധപ്പെട്ട് സമയം നിശ്ചയിക്കാൻ ചിലപ്പോൾ പ്രായോഗികമായി ബുദ്ധിമുട്ട് വരാറുണ്ട്. പക്ഷെ ഇതൊരു നിശ്ചിതമായ ഒരു തീയതി നിശ്ചയിച്ച് എല്ലാവരും ആ ദിവസം ക്രമപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ രണ്ടാം ശനിയാഴ്ചയും രാവിലെ 10 മണിക്ക്, അത് സൗകര്യം നോക്കിക്കൊണ്ട് വ്യത്യാസം വരുത്താം, പക്ഷേ കൃത്യമായി എല്ലാ രണ്ടാം ശനിയാഴ്ചയും യോഗം ചേരണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇല്ല, കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് മാറ്റമൊന്നുമില്ല. പക്ഷേ പ്രവർത്തിക്കാത്ത കമ്മിറ്റികളുണ്ട്. പിയുടെ ഒരു ജില്ലാ കമ്മിറ്റിയിലെ വിശകലനം വിലയിരുത്തൽ വന്നപ്പോൾ ഏതാണ്ട് 30ഓളം കമ്മിറ്റികൾ, മണ്ഡലം കമ്മിറ്റികൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നൊരു അവിടെ തന്നെ റിപ്പോർട്ട് വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും ചോദിച്ചിട്ടുണ്ട്, എല്ലാ DCCകൾക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ പ്രവർത്തനങ്ങൾ താഴെ, പ്രത്യേകിച്ചും മണ്ഡലം കമ്മിറ്റികളാണല്ലോ ഏതൊരു പരിപാടിയും മുന്നോട്ട് നീക്കേണ്ടത്. ജനങ്ങളുമായി ഏറ്റവും നിന്ന് നിരന്തരമായി ബന്ധപ്പെടുന്ന ഏറ്റവും പ്രധാന കണ്ണി മണ്ഡലം കമ്മിറ്റികളാണ്. അതുകൊണ്ട് അവിടെയുള്ള പോരായ്മകൾ നികത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് തീരുമാനിച്ചിട്ടില്ല. അതിപ്പോൾ AICCയുടെ കൺകറൻസ് വേണ്ടിവരും. അവരുമായിട്ട് അതേക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് 2 കാര്യങ്ങളിൽ വേണ്ടിവരും. ഒന്ന്, ഈ പുനഃസംഘടനയെ സംബന്ധിച്ച് ആദ്യം DCC പ്രസിഡന്റുമാരെ നിന്ന് ആരംഭിക്കുക എന്ന് തീരുമാനിച്ചു. അത് കഴിഞ്ഞ് താഴെ കമ്മിറ്റികൾ, കീഴ് കമ്മിറ്റികളും അല്ലെങ്കിൽ മേൽ KPCCയും അതിൻ്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് എന്ത് വേണം എന്നുള്ളത് AICCയാണ് നിർദ്ദേശം തരേണ്ടത്. അപ്പോൾ AICCയുമായി സംസാരിച്ച് അതിനാവശ്യമായ നടപടി സ്വീകരിക്കും. പ്രപ്പോസ് ഇന്ന് അതിനെക്കുറിച്ച് AICCയുടെ മായി സംസാരിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടോ? മുൻ മുഖ്യമന്ത്രി പങ്കെടുക്കും
എല്ലാവരും ഒന്നിച്ച് നിൽക്കുക എന്നുള്ളത് തന്നെയാണ്, നിൽക്കണമെന്നുള്ളതാണ് പ്രവർത്തകരും നേതാക്കളും ഇന്നത്തെ കമ്മിറ്റിയും എല്ലാം ആഗ്രഹിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന് ചില അസൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തോടുകൂടെ സംസാരിച്ചുകൊണ്ടാണ് ഇന്നത്തെ തീയതി, ഞങ്ങളെല്ലാവരും കൂടെ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടാണ് ഇന്നത്തെ തീയതി നിശ്ചയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് അസൗകര്യമുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹവുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസാരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും കേരളത്തിലെ പ്രധാന കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹവുമായി ഹൈക്കമാൻഡ് തീരുമാനിച്ച് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പ്രവർത്തനങ്ങൾ എപ്പോഴും KPCCക്കുണ്ട്, കേരളത്തിലെ കോൺഗ്രസിനുണ്ട്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഓരോ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന കോഴിക്കോട്ട് ടിക്കറ്റിംഗ് പരിപാടി നേതൃത്വം കൊടുത്തത് അദ്ദേഹമാണ്. ജന്മദിന സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. അതുപോലെ പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളിലും അദ്ദേഹത്തിൻ്റെ സജീവമായ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം തുടരും. ആ കാര്യത്തിൽ അശേഷം ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. അല്ല, താങ്കൾ എന്താണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് എനിക്ക് ഒട്ടും. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അവിഭാജ്യ ഘടകമാണ്. നേതൃരംഗത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം. കേരളത്തിലെ കോൺഗ്രസിൻ്റെ എല്ലാ പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും ഇനിയുള്ള പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കുമെന്ന കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അവരുമായി സംസാരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ അദ്ദേഹത്തെ വിശദീകരിക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് അദ്ദേഹവുമായി സംസാരിക്കുന്ന വേളയിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് കൂടുതൽ ശക്തമായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ല, അങ്ങനെ അദ്ദേഹം കൂടി പങ്കെടുക്കണമായിരുന്നു എന്നുള്ള അഭിപ്രായം പൊതുവെയുണ്ട്. എല്ലാവരും ഉമ്മൻചാണ്ടി പങ്കെടുക്കുക എന്നുള്ളത് പൊതുവെ ഒരു അഭിപ്രായമല്ലേ അത്. പക്ഷേ തീർച്ചയായും ഇന്ന് അദ്ദേഹത്തിന് ചില അസൗകര്യമുണ്ട് എന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. അല്ല, അദ്ദേഹം പ്രതിഷേധിച്ചുകൊണ്ടാണെന്ന് ആരാ പറയുന്നത്? അങ്ങനെ യാതൊരു തരത്തിലുള്ള ഒരു സമീപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സമീപനമേ ഇല്ല. ഇന്ന് അദ്ദേഹത്തിന് സൗകര്യമില്ല, അദ്ദേഹം വരുന്നില്ല. ഏതായാലും പക്ഷെ അത് എല്ലാ യോഗങ്ങൾക്കും ബാധകമാണ് എന്ന് ഞങ്ങളാരും പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹം പങ്കെടുക്കണം. കോൺഗ്രസിൻ്റെ കേരളത്തിലെ സമുന്നത നേതാവാണ്. നേതൃത്വപരമായി തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കേരളത്തിലുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ല, ഞാൻ അങ്ങനെ ഒരു തീരുമാനം അദ്ദേഹത്തിനുണ്ടെന്ന് ആര് പറഞ്ഞു? ഏതാ? അതൊരു കോൺഗ്രസ് നേതാവായ അദ്ദേഹത്തെ എപ്പോൾ വേണമെങ്കിലും ഹൈക്കമാൻഡിനെ വിളിക്കാം, അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും ഹൈക്കമാൻഡിനെ കാണാം. അതൊന്നും ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എല്ലാത്തിൻ്റെ ഏത് കാര്യമായാലും അത് വളരെ സ്മൂത്തായി. അദ്ദേഹം വളരെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട്. ഒരു പരിപാടി പോലും അദ്ദേഹം മാറി നിൽക്കുന്നതായിട്ട് ഇതിൽ വന്നിട്ടില്ല. എല്ലാത്തിലും നേതൃത്വപരമായി പങ്കുവഹിക്കുന്നുണ്ട്. ഹൈക്കമാൻഡ് അദ്ദേഹവുമായി സംസാരിക്കുന്നതിൽ അത് സ്വാഭാവികമായ ഒരു കാര്യം എന്നുള്ളതല്ലാതെ അസ്വാഭാവികമായി ഒന്ന് തന്നെ അതിനകത്തില്ല. No, they may try their best. They are very, very efficient people, efficient journalists. No, can you let us know? He is not able to convince us why he has not taken part. In fact, today's meeting was decided by Mr. Umanchandi, PCC President and CLP leader. All three of them jointly decided we should have a meeting of the PAC today at the PCC office. What Mr. Sudhiran said is right, and he is one of the tallest leaders in the state.
and he has been a chief minister, he has been a leader, he is a mass leader. There is no doubt about it. He is our guiding factor of the Congress party in the state. There is no doubt about it. So he has participated. On the day also I met you. He has very emphatically spoke to you about Modi government's problem, unethical decisions. That means he is not only leader of the state, he is the national issues he has taken up on that day. He has wrote letter to Mr. Modi and he has raised several questions against central government. That means his stature is something bigger than what you think or I think, but he is one of the tallest leader of the Congress party and he continues to do his best effort to rebuild the Congress and Congress to come back to power in the state. And as a chief minister, he has done enormous good work in the state and it is well acknowledged. The people of Kerala. Other day he participated like Mr. Chennithala participated here, Mr. Sudhiran participated in Thrissur. KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് VM സുധീരൻ സംസാരിക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യം ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നില്ല. തീർച്ചയായിട്ടും അദ്ദേഹവുമായി തീരുമാനിച്ച ശേഷമാണ് ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് VM സുധീരൻ തിരുവനന്തപുരത്ത് പറഞ്ഞത്. തിരികെ വാർത്തയിലേക്ക്. സംഘപരിവാർ ആശയങ്ങളോടുള്ള എതിർപ്പ് ആവർത്തിച്ച് BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ. MT, കമൽ, ഗാന്ധി, ചെഗുവേര വിഷയങ്ങളിൽ കഴിഞ്ഞ ദിവസം പീപ്പിൾ ടിവിയോട് നടത്തിയ പ്രതികരണം ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലും CKP ആവർത്തിച്ചു. അതേസമയം CK പത്മനാഭന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ കഴിഞ്ഞ ദിവസമാണ് സംഘപരിവാർ ആശയങ്ങളോടുള്ള തന്റെ എതിർനിലപാട് പീപ്പിൾ ടിവിയോട് തുറന്നു പറഞ്ഞത്. MT വാസുദേവൻ നായർ ഹിമാലയ തുല്യനാണെന്നും കമലിന്റെ ദേശസ്നേഹത്തെ ആരും ചോദ്യം ചെയ്യേണ്ടെന്നും ചെഗുവേരയെ അറിയാത്തവർ ബൊളീവിയൻ ഡയറി വായിക്കട്ടെ എന്നുമായിരുന്നു CKPയുടെ തുറന്നു പറച്ചിൽ. MT ഒരു പർവ്വതമാണ്. ആ പർവ്വതത്തെ കല്ലെറിയുന്നത് ഒരു സുഖം കണ്ടെത്തുന്ന ആളുകൾ അത് കല്ലെറിഞ്ഞുകൊള്ളട്ടെ എന്ന് മാത്രമേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. ദേശസ്നേഹഭരിതമായിട്ടുള്ള സംഭാവനകൾ സിനിമാ രംഗത്ത് നൽകിയിട്ടുള്ള വ്യക്തിയാണ് ശ്രീമാൻ കമൽ. ചെഗുവേരയെക്കുറിച്ച് ഒന്നും കൃത്യമായിട്ട് പഠിക്കുകയോ ഒന്നും ചെയ്യാതെ ഈ മുൻവിധിയോടുകൂടി പലതും വിളിച്ചു പറയുന്നുണ്ട്. അതിനോടൊന്നും വാസ്തവത്തിൽ പ്രതികരിക്കേണ്ട ആവശ്യം പോലുമില്ല. ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലും CKP നിലപാടുകൾ ആവർത്തിച്ചു. ഈ ഒരാൾ രാജ്യം വിട്ടു പോകണമെന്നൊക്കെ പറയാനുള്ള അധികാരം ആർക്കാണ് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഈ പാകിസ്ഥാനടക്കം ഇങ്ങോട്ട് ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോലും ആരും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട്. അഖണ്ഡ ഭാരതം. അതേസമയം CK പത്മനാഭന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. BJPയുടെയും RSSന്റെയും നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജൽപ്പനങ്ങളെ BJPയുടെ ഉന്നത നേതാക്കന്മാർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത വിധം അസഹ്യമായിരിക്കുന്നു എന്നുള്ളതാണ് CK പത്മനാഭൻ്റെ ഇന്നലത്തെ പ്രതികരണത്തോടു കൂടി വ്യക്തമാകുന്നത്. BJPക്കകത്ത് തന്നെ ഇത്തരം പ്രതികരണങ്ങൾക്കെതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നു എന്നുള്ളത് സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. BJPയിൽ നിന്നുള്ള ഇത്തരം അഭിപ്രായങ്ങൾ RSSന്റെ അസഹിഷ്ണുതയ്ക്കെതിരായ പ്രതികരണങ്ങളാണെന്നും കോടിയേരി പറഞ്ഞു. ന്യൂസ് ബ്യൂറോസ്, കണ്ണൂർ, തിരുവനന്തപുരം. AN രാധാകൃഷ്ണന്റെ പ്രസ്താവനകൾക്കെതിരെ CK പത്മനാഭൻ രംഗത്തെത്തിയതോടെ BJPയിൽ ഭിന്നത രൂക്ഷം. CKP തന്റെ നിലപാട് ആവർത്തിച്ചതോടെ അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിലാണ് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ. അതേസമയം മുതിർന്ന നേതാവായ CKPക്കെതിരെ എങ്ങനെ നടപടിയെടുക്കുമെന്നത് പാർട്ടി നേതൃത്വത്തെ വിഷമവൃത്തത്തിലാക്കുന്നു. തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർട്ടി നേതൃയോഗങ്ങളിൽ CKPക്കെതിരെ രൂക്ഷ വിമർശനവും ഉയരും. BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ കഴിഞ്ഞ ദിവസം പീപ്പിൾ ടിവിയിലൂടെ നടത്തിയ പ്രതികരണം BJPക്കകത്ത് വലിയ കോളിളക്കമാണ് ഉണ്ടാക്കുന്നത്. അതിനിടെ തന്റെ നിലപാടുകൾ ആവർത്തിച്ച CKP ഇന്ന് വീണ്ടും രംഗത്തെത്തിയതോടെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാവുകയാണ്. തിങ്കളാഴ്ച കോട്ടയത്ത് ആരംഭിക്കുന്ന BJP നേതൃയോഗങ്ങളിൽ ഒരു വിഭാഗം നേതാക്കൾ CKPക്കെതിരെ നടപടി ആവശ്യപ്പെടും. എന്നാൽ പാർട്ടിയുടെ മുൻ അധ്യക്ഷനും മുതിർന്ന നേതാവുമായ CKPക്കെതിരെ നടപടിയെടുക്കുന്നതിൽ പാർട്ടി നേതൃത്വം വിഷമവൃത്തത്തിലാണ്. തിങ്കളാഴ്ച BJP കോർ കമ്മിറ്റി യോഗവും തുടർന്നുള്ള ദിവസങ്ങളിൽ സംസ്ഥാന ഭാരവാഹി യോഗവും സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന കൗൺസിൽ യോഗവും നടക്കുമ്പോൾ CKPക്കെതിരെ രൂക്ഷ വിമർശനമുയരുമെന്നത് ഉറപ്പാണ്. AN രാധാകൃഷ്ണന്റെ വിവാദ പ്രസ്താവനകൾക്കെതിരെയും BJP നേതാക്കൾക്കിടയിൽ അതൃപ്തി ശക്തമാണ്. കഴിഞ്ഞ ദിവസം പാർട്ടി സംസ്ഥാന വക്താവ് MS കുമാർ അസഹിഷ്ണുതയ്ക്കെതിരെ പ്രതികരിച്ചിരുന്നു. ഭിന്നത മറനീക്കി പുറത്തുവന്ന സാഹചര്യത്തിൽ പരസ്യ പ്രതികരണം നടത്തരുതെന്ന് നേതാക്കൾക്ക് പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
അതേസമയം കേരളത്തിലെ സംഭവവികാസങ്ങൾ BJP കേന്ദ്ര നേതൃത്വം നിരീക്ഷിക്കുന്നുണ്ട്. ദേശീയാധ്യക്ഷൻ അമിത്ഷാ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനോട് വിവാദങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ട് ആവശ്യപ്പെട്ടേക്കും. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. നോട്ടിൽ നിന്നും ഗാന്ധിയെ നീക്കി മോദിയുടെ ചിത്രം വെക്കുമെന്ന് ഹരിയാനയിലെ BJP മന്ത്രി അനിൽ വിജ്. ഗാന്ധി ചിത്രമുള്ളതുകൊണ്ട് രൂപയുടെ മൂല്യം ഇടിയുകയാണെന്നും അനിൽ വിജ്. ഖാദി വ്യവസായം തകർന്നതിന് കാരണവും ഗാന്ധി ചിത്രം വെച്ചതുകൊണ്ടാണെന്നും മന്ത്രിയുടെ വിലയിരുത്തൽ. खादी पेटेंट थोड़ा हुई है और जब से खादी के साथ गांधी का नाम जुड़ता रहा, खादी उठ ही नहीं सकी, खादी डूब गई। महात्मा का ऐसा नाम है, नोट के ऊपर चिपक गया जिस दिन से, उस दिन से नोट की डिवैल्यूएशन हो गई। तो अच्छा किया है कि गांधी का हटा के मोदी का लगाया। मोदी ज़्यादा बेटर ब्रांड नेम है और मोदी का लगने से 14% जो है सेल बढ़ी है खादी की। सब आप ही की सरकार में अभी नए नोट छपे हैं, तब जो है वो गांधी जी को क्यों नहीं हटाया गया वहाँ से? ये हट जाएंगे धीरे धीरे। ടോംസ് കോളേജ് ഉടമയും കുടുംബവും തമിഴ്നാട്ടിലേക്ക് കടന്നതായി സൂചന. കോളേജ് അടച്ചതോടെ വിദ്യാർത്ഥികൾ ആശങ്കയിലാണ്. തിങ്കളാഴ്ച പോളിമർ കെമിസ്ട്രി പരീക്ഷ നടക്കാനിരിക്കെയാണ് കോളേജ് അടച്ചത്. സാങ്കേതിക സർവകലാശാല നടത്തിയ അന്വേഷണത്തിൽ ടോംസ് കോളേജിൽ ക്രമക്കേട് നടന്നതായാണ് റിപ്പോർട്ട്. മറ്റക്കര ടോംസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ തെളിവെടുപ്പിനെത്തിയ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല രജിസ്ട്രാറുടെ മുന്നിൽ മാനേജ്മെന്റിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നൽകിയത്. കോളേജിന് ഗുരുതരമായ വീഴ്ച പറ്റിയെന്നും അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെയാണ് പല കോഴ്സുകളും നടത്തുന്നതെന്നും തെളിവെടുപ്പിൽ കണ്ടെത്തി. കോളേജ് ഉടമ ടോം ടി ജോസഫ് ആരോപണങ്ങൾ നിഷേധിച്ചു. ക്യാമ്പസിൽ നിന്നും ശേഖരിച്ച മൊഴികളും തെളിവുകളും അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ട് സർവകലാശാല രജിസ്ട്രാർ GP പത്മകുമാർ തിങ്കളാഴ്ച വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകും. ഒത്തിരി പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അത് ഓരോന്നായി ഞങ്ങൾക്ക് ഒന്ന് അനലൈസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. വളരെ ഗൗരവമായ പരാതികളാണ് കിട്ടിയിട്ടുള്ളത്. തെളിവെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കോളേജിനെതിരെ നടപടിയുണ്ടാകുമെന്ന വാർത്ത വരുന്നതോടെ ടോമും കുടുംബവും തമിഴ്നാട്ടിലേക്ക് കടന്നതായാണ് സൂചന. കോളേജ് ഹോസ്റ്റൽ അടച്ചുപൂട്ടി വിദ്യാർത്ഥികളോട് ക്യാമ്പസ് വിട്ടുപോകാൻ മാനേജ്മെന്റ് നിർദ്ദേശം നൽകി. ഇതേ തുടർന്ന് തിങ്കളാഴ്ച നടക്കേണ്ട പോളിമർ കെമിസ്ട്രി പരീക്ഷ എഴുതാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് രണ്ടാം വർഷ വിദ്യാർത്ഥികൾ. യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്താ ജെറോം റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പോലീസ് ക്യാമ്പസിലെത്തി വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മൊഴി രേഖപ്പെടുത്തി. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. കലോത്സവം എത്തും മുന്നേ കലോത്സവ നഗരി മറ്റൊരു മത്സരവേദിയായി. കലോത്സവത്തിനായുള്ള മറ്റൊരു മത്സരം. കലോത്സവ നഗരിയിലെ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ഓല കൊണ്ടുണ്ടാക്കിയ വല്ലങ്ങൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വല്ലം മടയൽ മത്സരം സംഘടിപ്പിച്ചത്. കലോത്സവം കണ്ണൂരിലെത്തുമ്പോൾ നഷ്ടപ്പെടുന്ന നാട്ടുപെരുമകളും ജൈവസമ്പത്തും തിരിച്ചെടുക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് കണ്ണൂരിന്. കലോത്സവത്തിന് മുൻപ് തന്നെ കലോത്സവ നഗരിയിൽ നടന്നത് ആ നാട്ടുപെരുമ വിളംബരം ചെയ്യുന്ന മത്സരമായിരുന്നു. പ്രായവ്യത്യാസമില്ലാതെ എല്ലാ ജനവിഭാഗങ്ങളും അണിനിരന്നുകൊണ്ട് ഓലമടഞ്ഞ് വല്ലം നിർമ്മിക്കുന്ന മത്സരം. കൗൺസിലർമാരടക്കം മത്സരത്തിൽ പങ്കാളികളായി. പങ്കെടുത്തവർക്ക് ഇന്നത്തെ ഓലയിലുമുണ്ട് പരാതി. എങ്കിലും അവർക്കിത് പഴയ നാടൻ മത്സരങ്ങളുടെയും ഓലപ്പുരകളുടെയും ഓർമ്മകൾ കൂടിയാണ്. ഞാനൊരു 45 വർഷം മുന്നേ മടഞ്ഞതേ ഇല്ല, ചെറിയ കുട്ടിയിൽ. അതിനുശേഷം മടഞ്ഞിട്ടില്ല. പിന്നെ പുറമേയാനുള്ള ഓല മടയലുണ്ട്. നല്ല ഉത്സാഹം തോന്നുന്നുണ്ട്. ഒരു സന്തോഷത്തിന് മാത്രമാണ്. മറ്റേ ജയോ അല്ലെങ്കിൽ സമ്മാനം അതിനൊന്നും ആഗ്രഹിച്ചിട്ടല്ല. പണ്ടത്തെ ഓല മടഞ്ഞാൽ നല്ല വീതിയോടുകൂടി ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കും. ഇപ്പൊ അടുക്കുന്നില്ല. പിന്നെ വലിയ വലിപ്പമില്ല ഓലക്ക്. മത്സരത്തിൽ നിർമ്മിച്ച വല്ലങ്ങൾ കലോത്സവ നഗരികളിലും ഭക്ഷണശാലകളിലുമെല്ലാം സ്ഥാനം പിടിക്കും. മാലിന്യങ്ങൾ വലിച്ചെറിയരുതെന്ന സന്ദേശത്തോടെ പ്ലാസ്റ്റിക് നിരോധിത കലോത്സവത്തിന് ഈ വല്ലങ്ങളും മാറ്റുകൂട്ടും. ഒരു മത്സരം എന്നതിലുപരി പഴയ തലമുറയും പുതിയ തലമുറയും ചേർന്നൊരുക്കുന്ന ഈ വല്ലങ്ങളായിരിക്കും കലോത്സവ കാലത്തെ ഡസ്റ്റ്ബിന്നുകൾ. മാത്രമല്ല ഇവർക്കിതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. ഗോകുലം ഗ്രൂപ്പ് രൂപം നൽകുന്ന ഫുട്ബോൾ ടീമിന്റെ ലോഗോ പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ടീമിന്റെ ജേഴ്സിയും അദ്ദേഹം അവതരിപ്പിച്ചു. കേരളത്തിലെ മികച്ച യുവതാരങ്ങളെയും സീനിയർ താരങ്ങളെയും ഉൾപ്പെടുത്തിയാണ് ടീമിനെ ഒരുക്കുന്നതെന്നും അടുത്ത മാസം ടീം അംഗങ്ങളെ പ്രഖ്യാപിക്കുമെന്നും ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹി V ശിവൻകുട്ടി, ഫുട്ബോൾ താരം IM വിജയൻ തുടങ്ങിയവരും പങ്കെടുത്തു. കോൺഫെഡറേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ 23ാമത് ക്രെഡായ് കാലിക്കറ്റ് പ്രോപ്പർട്ടി ഷോ ക്രെഡായ് കേരള ചെയർമാൻ ഹസീബ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ക്രെഡായ് അംഗങ്ങളായ ഭവന നിർമ്മാതാക്കളും ഭവന വായ്പ നൽകുന്നവരും പ്രോപ്പർട്ടി ഷോയിൽ ഭാഗമാണ്. മന്ത്രി TP രാമകൃഷ്ണൻ മേള സന്ദർശിച്ചു.
മൊബൈൽ ശൃംഖലയായ 3G മൊബൈൽ വേൾഡ് ഒരുക്കിയ സമ്മാന പദ്ധതിയിലെ മെഗാ സമ്മാനമായ BMW കാർ നറുക്കെടുപ്പ് കോഴിക്കോട് നടന്നു. കോഴിക്കോട് ജില്ലാ കളക്ടർ N പ്രശാന്താണ് വിജയിയെ തെരഞ്ഞെടുത്തത്. 3G മൊബൈൽ വേൾഡ് മാനേജിംഗ് ഡയറക്ടർ AK ഷാജി, മാർക്കറ്റിംഗ് ജനറൽ മാനേജർ അനീഷ് CR എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വൈദ്യരത്നം ഔഷധശാലയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിക്കുന്ന വജ്ര 2016 അന്താരാഷ്ട്ര ആയുർവേദ സമ്മേളനത്തിന് തുടക്കമായി. 3 ദിവസത്തെ സമ്മേളനം ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 1500 ആയുർവേദ ഡോക്ടർമാർ ജീവിതശൈലി രോഗങ്ങളെ സംബന്ധിച്ച് പ്രബന്ധങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. അഷ്ടവൈദ്യൻ ET നാരായണൻ മൂസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.